നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി 2025 എങ്ങനെയായിരുന്നു, 26 നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 2025 റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം വ്യക്തികളുടെ എനർജി കടന്നു വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ട് കളയുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഓവർ തിങ്കിങ് ഉള്ള ഒരു കാർഡാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഒരുപാട് ഡിപ്രഷൻ ആൻസൈറ്റിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതായി കാണുന്നു. സിറ്റുവേഷൻ വളരെ മോശമാണ്. ഓക്കെ, കൂടെ നിന്ന വ്യക്തികളിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോയിരുന്ന ഒരു 2025 ആദ്യ ഘട്ടങ്ങളിൽ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു വലിയ ചേഞ്ച് ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള ചില വേദനകളും അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തിയും ഒക്കെ നിങ്ങളെ ചുറ്റി വന്നിരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഗിൽറ്റ് എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, കുടുംബപരമായിട്ട് വളരെ സന്തോഷത്തിലിരുന്ന ചില കുടുംബ ജീവിതങ്ങളിൽ ചില എൻഡിങ് എനർജി വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ സന്തോഷത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്തതായി കാണുന്നു. റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികളിൽ തന്നെ വളരെ സന്തോഷത്തിലായിരുന്ന ചില വ്യക്തികൾ അകന്നു പോയതോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ. ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻ ഉണ്ട്. കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ശരിയായ രീതിയിൽ നിങ്ങളുടെ ഊർജ്ജത്തെ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു. നിങ്ങൾ എത്ര താഴ്ചയിൽ പോയിരുന്നാലും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു ആത്മബലം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ വളരെ പ്രയത്നിച്ചതായി ഇവിടെ കാണിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ടോട്ടാലിറ്റി കടന്നു വന്നിരിക്കുന്നത്? 6 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും പലതും നിങ്ങൾ അട്രാക്ട് ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒന്നുകിൽ സ്പിരിച്വൽ വേയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില മോട്ടിവേഷൻ എനർജിയിലൂടെ ആയിരിക്കാം. നിങ്ങൾക്ക് പലതും ഈ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ച ഒരു എനർജി ഇവിടെ കാണിക്കുന്നു. അത് സാമ്പത്തികപരമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പലതും നിങ്ങളുടെ കഠിനാധ്വാനവും കഠിന പ്രയത്നങ്ങൾ കൊണ്ടും നിങ്ങൾ നേടിയെടുത്തിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായും കാണുന്നു. കടന്നു വന്നിട്ടില്ലെങ്കിൽ 2026 മുമ്പ് തന്നെ നിങ്ങൾ ആ സക്സസ് നിങ്ങളെ തേടി എത്തുന്നതായും കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇനി ബാക്കി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് 2026 പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നത്. 2026 6 എന്നുള്ളൊരു നമ്പർ വന്നിരിക്കുന്നു. 2026 പ്രവേശിക്കുമ്പോൾ നിങ്ങളൊരു വിജയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇത് സ്റ്റാർ ആകുകയാണ്. ഇത്രയും നാൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന വ്യക്തികൾ നിങ്ങളെ ചതിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ നിങ്ങൾ വിജയിച്ചു വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. ഇത് സ്റ്റാർ ആകുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഇനി അറയ്ക്കകത്തല്ല തണ്ടിന്മേൽ വെക്കുന്നതായിട്ടുള്ള ഒരു നിമിഷം വരുന്നു. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പ്രശസ്തി ഈ ലോകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി കടന്നു വരുന്നുണ്ട്. സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കുന്നുണ്ട്. ജോലി സംബന്ധമായും നിങ്ങൾ വളരെ ഉയരങ്ങളിലേക്ക് കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് 2026 പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സക്സസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഒരു ചേഞ്ചിൻ്റെ എനർജിയാണ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ വീൽ കറങ്ങുകയാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ വീലാണ് ഈ കാണിക്കുന്നത്. നിങ്ങളുടെ കർമ്മ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരുന്നതിന് വേണ്ടി കറങ്ങുന്നത്. 2025 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിജയം നിങ്ങൾ തൊടുന്നതായിരിക്കും. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരുപാട് അലട്ടിയിരുന്നതായിട്ടുള്ള, നിങ്ങളുടെ വിജയത്തിന് തടസ്സമായിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നതായി കാണുന്നു. ചില വ്യക്തികൾ ഉടൻ തന്നെ ഉപേക്ഷിക്കും. ഓക്കെ, ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു കംഫർട്ട് സോണിലായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു വിഷാദ എനർജിയിലൂടെയായിരുന്നു നിങ്ങൾ കടന്നുപോയത്. ലോകത്തിൻ്റെ ഒരു സന്തോഷവും നിങ്ങളെ തൊടാതെ വണ്ണം നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചുറ്റി നിൽക്കുന്നതായിട്ടുള്ള ഒരു നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ വലയത്തിൽ മാത്രമായിരുന്നു നിങ്ങളുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യുന്നതോടുകൂടി, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നതായിട്ടുള്ള ആ പ്രകാശത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി നിങ്ങൾക്ക് ദ വേൾഡ്, പ്രപഞ്ചത്തിൻ്റെ ഒരു
ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഈ 2026 പ്രവേശിക്കുമ്പോൾ ഇനി നിങ്ങൾ പഴയ വ്യക്തിയല്ല. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള, നിങ്ങളെ അലട്ടിയിരുന്നതായിട്ടുള്ള, നിങ്ങളെ നിരന്തരം നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, കത്തി എരിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ വിജയത്തിന് തടസ്സമായിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പ്രകാശത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ യൂണിവേഴ്സിൻ്റെ എനർജിയാണ് നിങ്ങളിൽ ഉള്ളത്. ആ എനർജിയെ നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഭയപ്പെട്ടതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും നിങ്ങളിൽ നിന്നും മാഞ്ഞു പോകുന്നു. അത് യൂണിവേഴ്സൽ പവറിലാണ് നിങ്ങൾക്കതെല്ലാം നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എനർജി 2025 കഴിയുന്നതിന് മുമ്പ്, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പവറായിട്ട് അഫർമേഷൻ ചെയ്യുക. ഓക്കെ, പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സക്സസ്, ആ വിജയത്തോടു കൂടി നമുക്ക് 26 പ്രവേശിക്കാം. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അത് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സക്സസ്സിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. 2026 പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയൊരു സക്സസ് ആണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിമാനത്തോടു കൂടി പറയാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. ഞാനൊരു സക്സസ് ആണ്, ഞാനൊരു വിജയിയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കും. ഞാൻ എൻ്റെ ഉള്ളിലുള്ള വിൽ പവർ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊരു പരാജയമല്ല, ഞാനൊരു വിജയമാണ്. എൻ്റെ ഉള്ളിലെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള അതേ ശക്തിയാണ് എൻ്റെ ഉള്ളിലുമുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എഴുന്നേൽക്കുന്നില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള നെഗറ്റീവാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേദനിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്നും എനിക്ക് പുറത്തു വരണമെന്നാണ് നിങ്ങൾ ഈ ഉച്ചത്തിൽ നിലവിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടത്. ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് പുറത്തു വരണം എന്ന് വേണം നിങ്ങൾ പറയാൻ. അല്ലാതെ അയ്യോ ഇതെന്നെ തകർക്കുന്നു, എനിക്ക് വയ്യേ എന്നല്ല പറയേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും വിജയത്തെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് വരിക. വിജയിക്കും. ഓക്കെ, നമുക്ക് നോക്കാം 2026 എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്. അഫർമേഷൻ ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള അഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നേടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ വിത്ത് വിതച്ചേ മതിയാകുകയുള്ളൂ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഒരു വിജയത്തിൻ്റെ കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2026 നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഇനി അണഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾ ആളിക്കത്തുന്ന ഒരു വ്യക്തിയായി മാറുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം, അയ്യോ ആരെങ്കിലും എന്നെ സഹായിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ ഉയർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അയ്യോ അവരെന്നെ സഹായിക്കുമോ, ഇവരെന്നെ സഹായിക്കുമോ, ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകും എന്ന് ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എനിക്ക് എന്നെ ഇങ്ങനെ ഉയർത്തിയെടുക്കാം, വേറെ ആരും നമ്മളെ സഹായിക്കാൻ വരില്ല എന്ന് മാത്രം ചിന്തിക്കുക. നമ്മളെ സഹായിക്കാനുള്ളത് നമ്മളുടെ ഇന്നർ പവറാണ്, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയാണെന്ന് ചിന്തിക്കുക. എന്നിലുള്ള കഴിവ് എന്താണ്, ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണ്, നീ നെഗറ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി എടുത്തുകൊണ്ട് എന്താണോ അവർ തള്ളി പറഞ്ഞത് അത് നേടിയെടുക്കാൻ ഞാൻ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് വരിക. ഫസ്റ്റ് തന്നെ ഈസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് കടന്നു വരുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള ചില ഗ്രോത്തുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ചീറ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സൈക്കിൾ അവസാനിക്കുകയാണ്. ഓക്കെ, 10 നമ്പറാണ് വന്നിരിക്കുന്നത്. ഒന്ന് അവസാനിച്ചുകൊണ്ട് മറ്റൊന്നിൻ്റെ തുടക്കമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ വേദനിച്ചതായിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഒരു പരാജയത്തിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറി വിജയത്തിൻ്റെ സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. യൂണിവേഴ്സ് എപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴെല്ലാം നീ എടുത്തോ എന്ന് പറഞ്ഞു വരില്ല. നമുക്ക് വേണ്ടി ഒരു പ്രാവശ്യം ആ വാതിൽ തുറക്കും. ആ വാതിലിലൂടെ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ട ജോലി നമ്മളുടേതാണ്. അല്ലാതെ യൂണിവേഴ്സ് നമ്മളെ വലിച്ച് അതിനകത്തോട്ട് കൊണ്ടുപോവുകയില്ല. നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ഗ്രോത്ത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പ്രപഞ്ചം പറയുന്നു. ഓക്കെ, കൃത്യമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ജഗിൾ ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മനസ്സിന് ഇടം കൊടുക്കാതിരിക്കുക. കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് കടന്നു വരിക. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. അധികാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. ജോലി സംബന്ധമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ ജോലിയിൽ വളരെ ഗ്രോത്ത് ആണ് വരുന്നത്. നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് തന്നെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന എനർജി. ദ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ തകർക്കുവാൻ പല വ്യക്തികളും പല രീതിയിൽ നിങ്ങളെ ഉപദേശിച്ചെന്നിരിക്കും.
അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ മോശം സമയമാണ്, നിങ്ങൾക്ക് അങ്ങനെ സമയമാണ്, ഇങ്ങനെ സമയമാണ് എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു മോശം സമയത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൽ മോശം സമയം, നമുക്ക് അന്ധകാരങ്ങൾ വരും അല്ലേ, ഭൂമിയിൽ സൂര്യോദയവുമുണ്ട് അസ്തമയവുമുണ്ട്. ഈ അസ്തമയത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു അസ്തമയം തന്നിരിക്കുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്തമയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക, മനസ്സുകൊണ്ട് ശാന്തമായി ചിന്തിക്കുക. അതിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ആ ഒരു പവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഒന്നേന്നും പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ വരുന്നത്. നിങ്ങളുടെ ഓവർ തിങ്കിങ് അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. വിഷമിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സറൗണ്ടിങ് എനർജി നെഗറ്റീവ് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ വിഷമത്തെ സന്തോഷമാക്കി മാറ്റുക. അപ്പോൾ ചോദിക്കും, എനിക്ക് പൈസ കൊടുക്കാനുള്ള വ്യക്തികൾ വന്ന് എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക എന്നുള്ളത്? സന്തോഷിക്കണം, സന്തോഷിച്ചേ മതിയാകൂ. ഓക്കെ, അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സാധ്യമല്ല, പക്ഷെ അസാധ്യമായതിനെ സാധ്യമാക്കി എടുക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നല്ല അട്രാക്ഷൻ പവർ, അഫർമേഷൻ പവർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കടക്കാരി ചീത്ത വിളിച്ചിട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ കതവൊക്കെ അടച്ചിരുന്ന് കരയുകയല്ല വേണ്ടത്. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി, ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ ദൈവമെൻ കൂടെയുള്ളതാൽ. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിൽ പവറാണ് നിങ്ങളുടെ ദൈവം. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, വിവാഹ സംബന്ധമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, സാമ്പത്തിക ഉയർച്ചയായിരിക്കാം. ഓക്കെ, ഒരു സെലിബ്രേഷൻ, എല്ലാവരും അംഗീകരിക്കുന്നതായിട്ടുള്ള ഒരു സെലിബ്രേഷൻ, ഒന്നിലധികം വ്യക്തികൾ നിങ്ങളുടെ സന്തോഷത്തിൽ കടന്നു വരുന്നതായി കാണുന്നുണ്ട്. അപ്പം 2026 വിവാഹം നടക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വിവാഹത്തിനുള്ള സാധ്യത കൂടുതലായി വരുന്നു. മാത്രമല്ല വിദേശത്തേക്ക് കടന്നു പോകുന്നതോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് 2026 തീർച്ചയായിട്ടും ഒരു വിജയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ദ ഹെർമിറ്റിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ അവയർനെസ്സിലൂടെ കടന്നു പോകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആൻസൈറ്റി ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് പ്രപഞ്ചം പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ സോളിനെ അന്വേഷിക്കുക, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾക്ക് മാത്രമാണ്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ ചില റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വർഷമായിട്ട് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കാതെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഉയർച്ചയെ തടഞ്ഞു നിർത്തി ഒരു ഡബിൾ എനർജി എന്ന പോലെ തന്നെ നമ്മളെ ആൻസൈറ്റി ഡിപ്രഷൻ ആക്കി നമ്മളിൽ വരുന്നതായിട്ടുള്ള നന്മകളൊന്നും കാണാതെ നിർത്തിയിരിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ സോളിൻ്റെ എനർജി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും 7 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം വളരെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് വന്നു ചേരും. പക്ഷേ അല്ലാത്ത പക്ഷം നമ്മുടെ സറൗണ്ടിങ് എനർജി നെഗറ്റീവ് ആണെങ്കിൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാവി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് അട്രാക്ട് ആകുന്നില്ല. കാരണം നിങ്ങൾ നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. ജോലി നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല, സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. കാരണം നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സോൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും ആത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ആത്മാവാകുന്നത്, ജീവിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിലകൊള്ളുന്നുണ്ട്. അതിനെ നിങ്ങൾ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല. നമുക്ക് വിജയം വേണമെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മുടെ സന്തോഷത്തെ നമ്മൾ കണ്ടെത്തുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി കടന്നു വരും. പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള, സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരു എനർജി വരും. സ്പിരിച്വൽ അവയർനെസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് കപ്പിൻ്റെ എനർജി, ചില കാര്യങ്ങൾ വിട്ടുകളയാൻ ഇപ്പോഴും ചില വ്യക്തികൾക്ക് ഭയങ്കര ഭയമാണ്. ഓക്കെ, ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മുഴുവനും നെഗറ്റീവ് എനർജിയിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും അത് ലെറ്റ് ഗോ ചെയ്യുക. ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ശാന്തമായി മെഡിറ്റേഷനിൽ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ശാന്തമായി പ്രപഞ്ചത്തിൽ സറണ്ടറായി മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഈ സമയത്ത് സങ്കടപ്പെട്ട് കരയരുത്. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? പാസ്റ്റിൽ നടന്നതായിട്ടുള്ള വേദനകൾ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് റീക്രിയേറ്റ് ചെയ്യുകയും അത് അഫർമേഷനായിട്ട് വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയും ചെയ്യും. അപ്പം നമ്മളാണ് വീണ്ടും പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ചിന്തയാണ്. നമ്മളുടെ കണ്ണുനീരിൻ്റെ ഫലമായിട്ട് അത് വീണ്ടും നമ്മളിലേക്ക് കടന്നു വരും. അപ്പം ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ സറണ്ടർ ആയിട്ട് ശാന്തമായി മെഡിറ്റേഷൻ ചെയ്തിരിക്കുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഇപ്പം നിലവിലൊരു ഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹണം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം ആ ഒരു ഗ്രഹണം നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്?
ത്രീ ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി. ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സാമ്പത്തികമായും മാനസികമായും തകർന്നിരിക്കുന്ന ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 2026 നിങ്ങൾക്ക് ബാലൻസിലേക്ക് കടന്നു വരുന്നു, ടെമ്പറൻസിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസിലേക്ക് വരുന്നു, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാലൻസിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. 8 നമ്പറാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക നഷ്ടമോ ജോലി നഷ്ടമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2026 നിങ്ങളുടെ ബിസിനസ് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി സംബന്ധമായ ഒരു ഉയർച്ച നിങ്ങൾക്ക് കടന്നു വരുന്നു. റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2026 നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു കൂടിയ ആലോചനകൾ എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് കടന്നു പോകുന്നതിന് അത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന എനർജി 2026 കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നതായിട്ട് കാണുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് 2026 നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ഗ്രോത്ത് വരികയും വിജയം നേടുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത് വരുന്നു. ഓക്കെ, 2026 തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നു. ഇനി നിങ്ങൾ പഴയ വ്യക്തിയല്ല, പഴയതിൽ നിന്നും നിങ്ങൾ വളരെ സ്ട്രെങ്തോടുകൂടി 2026 പ്രവേശിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി ഓവറോൾ വന്നിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും റിലേഷൻ സംബന്ധമായും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ സന്തോഷങ്ങൾ നിറയുന്നതിന് വേണ്ടി യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. വളരെ സെലിബ്രേഷനാണ് നിങ്ങളെ തേടിയെത്തുന്നത്. 4 ഓഫ് വാണ്ടിൻ്റെ എനർജി. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം കടന്നു വരും. അതിൽ 100-110% നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ലക്ഷങ്ങൾ കിട്ടണം, എനിക്ക് ഇത്രയും ലക്ഷം രൂപ നാളെ കൊടുക്കണം, അതിന് ദൈവമേ ഇപ്പം എൻ്റെ കയ്യിൽ ലക്ഷം ഇറക്കി തരണേ, അങ്ങനെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് നടക്കുന്നതൊന്നല്ല. നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും നമ്മളത് അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ 500 രൂപ അട്രാക്റ്റ് ചെയ്യുക. ആദ്യം ഫ്രണ്ടിലുള്ള ഒരു ചുവട് വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷമാണ് നമുക്ക് ലോങ് ജമ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിൽ പവർ വരും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനേയും അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു എനർജിയിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം 2026 അഫർമേഷൻ്റെയും അട്രാക്ട് ചെയ്തെടുക്കുന്നതിൻ്റെയും പവർഫുൾ എനർജി ആയിരിക്കട്ടെ നിങ്ങളുടേത്. ഓക്കെ, ജീവിതത്തിൽ എന്തൊരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും യൂണിവേഴ്സിന് പ്രത്യേക സ്ഥാനം കൊടുക്കണം. യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി കൊടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. യൂണിവേഴ്സെ നീ തന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സമയപരിധിക്കായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, ഐ ലവ് യു. നീ എനിക്ക് നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ചെറിയ സമയത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, അയ്യോ ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്നോളൂ. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, എനിക്ക് വേണ്ടി പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്ന സമയം വളരെ ചെറുതാണ്. ആ ചെറിയ സമയത്തിന് വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. റീഡിങ് എടുക്കുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് എപ്പോഴാണ് അത് എന്നിലേക്ക് കടന്നു വരുന്നത്? അത് നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് കണക്കിരിക്കും. നമ്മൾ പ്രപഞ്ചം പറയുന്നത് പോലെ ഇപ്പം 9 എന്ന് പറഞ്ഞിരിക്കുന്നു, 9 വീക്കിനുള്ളിൽ നിങ്ങൾക്കത് വരും. ഈ 9 വീക്കും ഈ കേട്ടിരിക്കുന്ന വ്യക്തികൾ അവിടെ ഇരുന്ന് പ്രപഞ്ചം അനുവദിച്ചിരിക്കുന്ന സമയം 9 വീക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് കാർഡ് 9 വീക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഈ വ്യക്തി അത് കേട്ടതിന് ശേഷം ഇരുന്ന് നെഗറ്റീവ്, അവർ അതൊന്നും നടക്കുമെന്ന് തോന്നില്ല, എല്ലാം തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് ഉള്ള കല്ലും ചപ്പും ചവറും എല്ലാം ആ ബ്ലെസ്സിങ്ങിൻ്റെ വഴിയിൽ വാരിയിടുകയാണ്. 9 ആഴ്ച കൊണ്ട് നിങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ആ ബ്ലെസ്സിങ്, നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളും യൂണിവേഴ്സിലേക്ക് അയച്ചിരിക്കുന്നതായിട്ടുള്ള എനർജിയും കാരണം നിങ്ങൾക്ക് 9 വർഷം വരെ എടുത്തെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം വെച്ചിരിക്കുന്ന ചുരുങ്ങിയ സമയമാണെന്നും ആ ചുരുങ്ങിയ സമയത്തിന് വളരെ നന്ദി പറയുക. എനിക്ക് വേണ്ടി പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ സമയത്തിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, ഐ ലവ് യു. ഓക്കെ, ഈ ഒരു നല്ല ഒരു മെസ്സേജ് യൂണിവേഴ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളോട് ആ ഒരു എനർജി പോസിറ്റീവായിട്ട് തന്നെ വന്നു ചേരും. ഓക്കെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കൂ. ഞാൻ വിജയിച്ച വ്യക്തിയാണ്, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന് ഞാൻ വിജയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കും വിജയിക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.